നിന്നിലലിയ രചന ആഷ്ലി. അവതരണം സാലിം കരുള. കൊള്ളാം ആൽഫി, എനിക്കിഷ്ടം നിന്റെ ഹീറോകളി. അല്ലേലും മുംബൈ സിറ്റിയിലെ ദി ഗ്രേറ്റ് സ്റ്റാർ മിസ്റ്റർ ആൽഫ്രഡ് ഡേവിഡ് എബ്രഹാമിനെ കുറിച്ച് കാണരുത് എന്നെനിക്കറിയാം. പക്ഷേ ഇവൾക്ക് പിറകെ നിന്നെ ഇപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല. അതെൻ്റെ തെറ്റ്. നീ പിന്നെ എന്താടാ വിചാരിച്ചേ? നീ അങ്ങ് വിളിച്ചാലുടനെ ഇവൾ നിന്റെ അടുത്തേക്ക് ഒറ്റയ്ക്ക് വരുന്നു. ഈ ആൽഫിയുടെ മിന്നി കഴുത്തിൽ അണിയുന്നവളാടാ എൻ്റെ പെണ്ണ്. നിന്റെ കോള് വന്നപ്പോൾ അവൾ ഓടി വന്നത് എൻ്റെ അരികിലേക്കാ. നീ ഇവൾക്ക് വേണ്ടി വെച്ച് ട്രാപ്പാ ഞങ്ങളുടെ മോളെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ എൻ്റെ പെണ്ണെ നിന്റെ അടുത്തേക്ക് ഒറ്റയ്ക്ക് വിട്ടത്. ഇവൾ കുരിശുമുറ്റത്തിന്ന് മിസ്സിങ് ആയെന്ന് ഒരു പാനിക് സൃഷ്ടിച്ചുകൊണ്ടല്ലേ നീയും പിന്നെ നിന്റെ ഈ ഡ്യൂപ്ലിക്കേറ്റ് അമ്മായി അവനും മോളത്തിൽ നിന്ന് വെളിയിൽ വന്നത്. അത് തന്നെയായിരുന്നടാ എനിക്ക് വേണ്ടത്. നീലക്കണ്ണുകൾ ചുവന്നു വർണ്ണമാക്കി ആൽഫി പറഞ്ഞു നിർത്തി. നിന്റെ ഈ രണ്ടാമുഖം മറിഞ്ഞ നിമിഷം തന്നെ ഞാൻ ഉറപ്പിച്ചതാ നിന്നിൽ നിന്ന് തന്നെ ഇവളെല്ലാം അറിയണമെന്ന്. കടപ്പലകൾ ഞെരിച്ചുകൊണ്ട് ദേഷ്യത്തിൽ ആൽഫി പറഞ്ഞതും ബബിയുടെ കണ്ണുകൾ ചുവന്നു തുടങ്ങി. നിഷേധിക്കുന്നില്ല ഒന്നും. പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തത് തന്നെയാ. അതെന്തിനു വേണ്ടിയാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. നിന്നെക്കാളും നിനക്ക് മുന്നേ ഇവളെ സ്നേഹിച്ചവനാ ഞാൻ ചെയ്തതെല്ലാം ഇവളെ എനിക്ക് കിട്ടാനാ. അതിനവസാനമായി നിന്നെ കൊല്ലണമെങ്കിൽ അതിനും മാടികിലവി. അവളെ എന്നേക്കാൾ ഉപരി നിനക്ക് സ്നേഹിക്കാൻ ആവില്ല ആൽഫി. പറഞ്ഞു തീർന്നതേ ഉള്ളൂ. വലത് കൈമുഷ്ടി ചുരുട്ടി എബിയുടെ മുഖം പിടിച്ച് പൊട്ടിച്ചു ആൽഫി. നിന്റെ നാവ് കൊണ്ട് ഇനി എന്റെ പെണ്ണെന്ന് നീ ഒന്നുകൂടി പറഞ്ഞാ പിഴുതെടുക്കും ഞാനത് പന്നി നായിന്റെ മോനെ. ആൽഫി അവനെ കോളനെ കുത്തിപ്പിടിച്ചാലറി അവനെ വിട്ടതും ചോരലിച്ചിറങ്ങുന്ന മൂക്കുമായി ഭിത്തിയിൽ ചെന്നിരിച്ച് നിന്നു എബി. അപ്പോഴും അവന്റെ ചുണ്ടിൽ വല്ലാത്തൊരു ചിരിയായിരുന്നു. ആൽഫിയുടെ ഉഗ്ര കോപം കണ്ട് അപായം മണത്തു ചെന്നു. ആൽഫി, ഇവനായെല്ലാം ചെയ്ത്. ഇവൻ നീയെ കണ്ണുണ്ടായതെന്നും ഇവൻ ജൂലിയെ കൊന്നൊന്നും എനിക്കറിയില്ലടാ. എനിക്കറിയുമായിരുന്നില്ല. എന്നെ വിട്, ഞാനൊന്നും ചെയ്തില്ല. അയാൾ ആൽഫിക്ക് മുന്നിൽ ചെന്ന് അപേക്ഷിക്കാൻ തുടങ്ങി. തോനൊന്നും ചെയ്തില്ലല്ലേ? അപ്പൊ എന്റെ വീണയെ കൊന്ന് തോരടോ. പെട്ടെന്ന് അവിടെ ഉയർന്ന ലിയോണിന്റെ ശബ്ദം കേട്ട് ഞെട്ടിയ ജോൺ തിരിഞ്ഞു നോക്കിയതും കണ്ടു ആ മുറിയുടെ വാതിലിക്ക് നിൽക്കുന്നവനെ. അവന് പിറകിലായി ശിവയും മനുവും പിന്നെ വിനുവും ഉണ്ടായിരുന്നു. പറ, അവളെ ഇല്ലാതാക്കിയത് നിങ്ങളല്ലേ? പറയടോ. കത്തുന്ന കണ്ണുകളുമായി അയാൾക്ക് മുന്നിലേക്ക് ചേർന്ന് നിന്നു ലിയോ. ജോണൊന്നും മുന്നിലിറക്കി. അയാൾ വിറയിലൂടെ ബിയെ നോക്കി. എന്നെ നോക്കുന്നതിനാങ്കിളേ ആ പെങ്കുച്ചനെ പേടിപ്പിച്ച് വിടുന്ന ഞാൻ പറഞ്ഞപ്പോ നിങ്ങളല്ലേ പറഞ്ഞത് അവളിനി ഈ ഭൂമുഖത്ത് ഉണ്ടാവാൻ പാടില്ലെന്ന്? അതല്ലേ ഞാൻ തീർത്തേ. ലിയോ, നിന്റെ തന്ത പറഞ്ഞിട്ടാടാ വീണയെ ഞാൻ തീർത്തേ. ആകെ ഉള്ള ഒറ്റ മകൻ, അങ്ങനെ ഒന്നും അല്ലാത്തൊരു ഹിന്ദു പെണ്ണെ കെട്ടണമെന്ന് അന്ന് ഇങ്ങേരാ എന്നോട് പറഞ്ഞത്. എന്നിട്ടിപ്പോ എല്ലാം എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നോ? ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ട് എബി ജോണിനെ നോക്കി പറഞ്ഞതും സങ്കടത്തിൽ അലർന്നതിനൊപ്പം കയ്യിൽ വാക്കി സ്റ്റിക്ക് കൊണ്ട് എബിയെ ആഞ്ഞു വീശി അടിച്ചു. അടിയുടെ ആഘാതത്തിൽ അവന്റെ വായിൽ നിന്ന് കട്ട ചോരച്ചു തരും. കൂടെ പിറപ്പിനെ പോലെ കണ്ടിട്ട് ചതിക്കുവായി തല്ലണം നായിന്റെ മോനെ. ചുവന്ന കടുകളുമായി ലിയോണല്ല. നിനക്ക് അറിയാൻ പായുന്നല്ലടാ ഞാൻ അവൾ എത്രത്തോളം സ്നേഹിച്ചതാണെന്ന്. നിന്നോടല്ലടാ ചെറ്റ് ഞാനെല്ലാം പറഞ്ഞ്. നീ എന്റെ പെണ്ണിനെയും അമ്മയെയും എങ്ങനെ തോന്നിയടാ? ലിയോൺ വീണ്ടും എബിയെ തല്ലാനൊങ്ങുവേ അവൻ വേച്ച് വീണാൻ പോയത് ആൽഫിയോട് താങ്ങിയിരുന്നു. ആൽഫിയുടെ ഷോൾഡറിൽ താങ്ങി കരഞ്ഞു പോയി ലിയോൺ. പേറ്റമ്മയുടെയും സ്നേഹിച്ചവളുടെയും മരണത്തിന്റെ ഉത്തരവാദി സ്വന്തം സഹോദരനാണെന്ന തിരിച്ചറിവ് അവനെ തകർത്ത് കളഞ്ഞു. നീയെ നോക്കിയത് ബിനുമിനെയായിരുന്നു. എബിയുടെ വായിൽ നിന്നും വന്നതൊക്കെ കേട്ട് ചങ്ക് തകർന്ന് ശിവയെ ചാരി നിൽക്കുന്നവനെ കണ്ട് അവളുടെ ഉള്ളു പിടഞ്ഞു. ഓടി അരികെ ചെന്ന് വിനുവിന്റെ കയ്യിൽ പിടിച്ചു നീ. ആൽഫി, ഇവൻ അറിയാം ലിയോ, നിന്റെ വേദന എനിക്ക് മനസ്സിലാവും. പക്ഷേ തളരരുത്. ഇനിയും നമുക്ക് വേണ്ടപ്പെട്ടവരെ ഇല്ലാതാക്കാൻ അവനിനി വേണ്ട. ആൽഫി ലിയോണിനെ ചേർത്ത് പിടിച്ച് പറഞ്ഞതും അവന്റെ കണ്ണിൽ പകയുടെ തീ കത്തി. നീയാ അനു, നിങ്ങൾ വിനുവുമായി പുറത്തേക്ക് മാറി. ശിവ പറഞ്ഞതും അനു നീയെയും വിനുവിനെയും കൂട്ടി പുറത്തേക്ക് നടന്നു. കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ട് പുറത്തിറങ്ങുമ്പോഴും നീയയുടെ കണ്ണുകൾ അകത്തേക്ക് നോക്കിപ്പോയി. ഇത് കൊള്ളാലോ ആൽഫി. ആളിയന്മാരൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് എന്നെ തല്ലുവാണോ? അതെന്താടാ ഒറ്റ കയറ്റുമുട്ടിയാ തോറ്റുപോകുന്നു ഭയമാണോ നിനക്ക്? വായിൽ ഊറിക്കൂടിയ കട്ടച്ചോര തുപ്പിക്കളഞ്ഞ് പൂച്ചച്ചിരിയോടെ എബി ചോദിച്ചതും ആൽഫി ഒന്ന് ചിരിച്ചു. ഭയം നിനക്കല്ലേ എബി? അതുകൊണ്ടല്ലേ ഈ കിടഞ്ഞ നാളുകൾ അത്രയും നീ ഒളിഞ്ഞു നിന്നത്? എന്തിനേറെ ഉള്ളിലുള്ള പ്രണയം പോലും നീ പറയാൻ മടിച്ചത് ഇതേ ഭയം കൊണ്ടല്ലേ?
ചിരിയോടെ ആൽഫി പറഞ്ഞതും എബിയിൽ വല്ലാത്തൊരു ദേഷ്യം പൊങ്ങി. തന്നെ ആൽഫി കളിയാക്കുന്ന പോലെ തോന്നിയവൻ നിന്ന് ചിലക്കാർ ഒറ്റ തന്തൊക്കെ പറഞ്ഞവനാണെങ്കിൽ ഒറ്റക്ക് പാടാ. എബി വീറോട് അലറിയതും ആൽഫി ഒറ്റ ചവിട്ടായത് അവന്റെ നെഞ്ചിൽ. അവന്റെ ചവിട്ടിൽ ഒരു പുറം മറിഞ്ഞ് എബി പിറകിലേക്ക് വീണു. തന്തയാരാന്ന് പോലും അറിയാതെ നീ ആൽഫിയെ വെല്ലുവിളിക്കാറായോടാ. ഒറ്റക്കൊറ്റക്ക് തല്ലി തീർക്കാൻ തന്നെയാണോ നായെ ഞാനിങ്ങോട്ട് കെട്ടിയെടുത്തേ. നിന്നെ പോലെ ഒരു പുഴുത്ത ജീവിയെ തീർക്കാൻ ആൽഫിക്ക് ആൾബലം വേണ്ട പന്ന പോലെയാടി മോനെ. നിലത്ത് വീണ് കിടക്കുന്നവനെ നോക്കി രൗദ്രഭാവത്തിൽ ആൽഫി അലറിയതും നിലത്തിന്ന് ചാടി എഴുന്നേറ്റ് എബി തന്റെ പിസ്റ്റൾ എടുത്തു. ഡാ കാറിക്കൊണ്ട് ആൽഫിക്ക് നേരെ അവൻ പാഞ്ഞെടുത്തതും ഞൊടി നിമിഷം കൊണ്ട് അവന്റെ വലം കൈയിൽ പിടുത്തം വിട്ടു. ആ കൈ ചുരുട്ടി പിറകിലേക്ക് പിടിച്ചോടിച്ചു ആൽഫി. ആ വേദന എടുത്ത എബി അലറി. അവന്റെ കയ്യിൽ നിന്ന് ആ തോക്ക് നിലംപതിച്ചു. ഉച്ചത്തിൽ കറയണം നാറി, നിന്റെ ശബ്ദം നിന്റെ പെണ്ണ് കേൾക്കണം പറഞ്ഞുകൊണ്ട് അവന്റെ ഒടിഞ്ഞ കൈ ഒന്നുകൂടെ ആൽഫി മടക്കിയതും കാറിക്കൊണ്ട് ചുവന്ന കണ്ണു വലിച്ചു തുറന്ന എബി അവന്റെ തല കൊണ്ട് ആൽഫിയുടെ തലക്ക് ആഞ്ഞിടിച്ചു. അവന്റെ ഇടയിൽ ആൽഫി പിടിവിട്ടൊന്ന് പിറകിലേക്കാഞ്ഞു. പക്ഷെ അടുത്ത നിമിഷം വീറോടെ എബിക്ക് നേരെ വീണ്ടും പാഞ്ഞെടുത്തു ആൽഫി. എബിയും വിട്ടുകൊടുത്തില്ല. വല്ലാത്തൊരു വെറിയോടെ ആൽഫിയുമായി മാലിട്ടവനും. ഇതേ സമയം തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് മനസ്സിലായ ജോൺ പതിയെ അവിടുന്ന് വലിഞ്ഞ് പുറത്തേക്ക് ഓടി. അത് കണ്ട് ശിവ അയാൾക്ക് പിറകി ഓടി. ആ കെട്ടിടത്തിന്റെ ഫ്രണ്ട് ഭാഗത്ത് വന്നിരുന്ന നീയെയും വിനുവും അനുവും. അകത്ത് നടക്കുന്ന സംഘടനത്തിന്റെ ഒക്കെ ശബ്ദം മൂവർക്കും കേൾക്കാം. പെട്ടെന്നാണ് കാറ്റ് പോലെ പുറത്തേക്ക് പാഞ്ഞ ജോണും അയാൾക്ക് പിറകെ ഓടുന്ന ശിവയും അവിടെ കണ്ണിൽപ്പെടുത്തി. ജോണിനെ കണ്ട വിനുവിന്റെ മുഖം വലിഞ്ഞു മുറുകി. അയാളെ തീർക്കാനുള്ള ദേഷ്യം അവനിൽ ഇരച്ചെത്തിയ സമയം വിനു അവർക്ക് പിറകെ ഓടി. വിനു ഡാ നിക്ക്. വിനുവിന്റെ പിറകെ അനു ഓടി. അവനെന്തെങ്കിലും പറ്റുമോ എന്ന് പേടിച്ച് പെട്ടെന്നവൻ. അപ്പൊ കുഞ്ഞുമായി നീ അങ്ങനെ നിന്നുപോയി. ആ പഴയ ബിൽഡിങ്ങിന് ചുറ്റും കാടായിരുന്നു. അവിടേക്ക് ഓടിക്കേറാൻ തുടങ്ങിയ ജോണിനെ ഒരു തടി കഷ്ണം കൊണ്ട് എറിഞ്ഞു വീണു. അത് കാലിൽ തട്ടി അയാൾ മറിഞ്ഞു വീണു. ആ ഒരു കല്ലിൽ തലയടിച്ച് വീണ അയാൾ വേദനയോട് അലറി. ശിവ അയാൾക്ക് മുന്നിലെത്തിയിരുന്നു. കല്ലിച്ചോടി വന്ന വിനു നിലത്ത് കിടന്ന ഒരു വലിയ കല്ലെടുത്ത് ജോണിന് നേരെ ചെന്നു. വിനു ഡാ എന്താ ഈ കാണിക്കുന്നേ? ശിവ അവന്റെ കയ്യിൽ കയറി പിടിച്ച് തടഞ്ഞു. എന്നെ പിടിച്ചു വേട്ട, എനിക്ക് ഇയാളെ കൊല്ലണം. എന്നെ വീണേച്ചി, എന്റെ ചേച്ചി അവസാനം ഇത് കാണാൻ പോലും വിടാതെ കൊന്ന് കളഞ്ഞില്ല ഈ ചേറ്റ. എനിക്ക് കൊല്ലണം ഇവനെ. നിറകണ്ണുകളുടെ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ശിവയുടെ കയ്യിൽ കിടന്ന് കുതിറി തിന്നു. നിന്നോടല്ല അത് കളയാൻ പറഞ്ഞ്. നിന്റെ നഷ്ടത്തിന് പകരം ചോദിക്കാൻ നിനക്ക് ഒന്നല്ല 3 ചേട്ടന്മാരുണ്ട്. ഇത് ഞങ്ങൾ നോക്കിക്കൊള്ളടാ. വിനുവിന്റെ കയ്യിൽ നിന്നും കല്ല് കളഞ്ഞ് അവനെ ചേർത്ത് പിടിച്ച് ശിവ പറഞ്ഞതും വിനു ശിവയുടെ തോളിൽ തലചായ്ച്ചു. അവന്റെ കണ്ണുകൾ വേദനയോടെ നിറഞ്ഞൊഴുകി. അപ്പോഴും ആ ചുവന്ന വിഴി നിലത്ത് ബോധമില്ലാതെ കിടക്കുന്ന ജോണിലായിരുന്നു. വിനുവിന് പിറകെ ഓടി വന്ന അനു ആ കാഴ്ച കണ്ടുന്ന ശ്വാസം വിട്ടു. പെട്ടെന്നാണ് അവൾ നീയെ ഓർത്തത്. അടുത്ത നിമിഷം തിരിഞ്ഞ് അകത്തേക്ക് ഓടി. ആ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ടിരുന്ന നീ അകത്ത് നിന്ന് ലിയോണിന്റെ അലർച്ച കേട്ടത് ഞെട്ടി. അവനെന്തോ പറ്റിയെന്ന് മനസ്സിലായവൾ കുഞ്ഞിനെ അയച്ചെന്നതും അവിടെ കണ്ട കാഴ്ചയിൽ നെടുങ്ങിപ്പോയി. നിലത്ത് കിടക്കുന്ന ലിയോണിന്റെ കഴുത്തിൽ ഇരു കൈകൾ കൊണ്ട് ലോക്ക് ചെയ്ത് അവനെ ശ്വാസം പൊട്ടിക്കുന്നു എബി. അവനെ പിന്നീന്ന് ആഞ്ഞു പിടിച്ചു മാറ്റാൻ നോക്കുന്നു ആൽഫി. ലിയോണിന്റെ മുഖമെല്ലാം ചുവന്ന് കണ്ണെല്ലാം മുന്തി അവൻ ശ്വാസത്തിന് പിടയുകയാണ്. എന്നിട്ട് ചോരയിൽ കുളിച്ച് എബി വല്ലാത്ത ഭ്രാന്തമായ ചിരിയോടെ അവനെ വലിഞ്ഞു മുറുക്കുന്നു. അവൻ ആഞ്ഞു വലിച്ചു മാറ്റുന്നു ആൽഫിയും. നീയെ കുഞ്ഞിപ്പെണ്ണെ താഴെ നിർത്തി അവിടെ കിടന്നൊരു ഒടിഞ്ഞ തടി കഷ്ണം എടുത്ത് ചെന്ന് എബിയുടെ തലയിൽ ആഞ്ഞടിച്ചു. ആ നിമിഷം എബിയുടെ പിടിവിട്ടതും ആൽഫി വലിച്ച് പിന്നിലേക്ക് എറിഞ്ഞു അവന്. എബി അവർക്ക് പിറകിലായി ചെന്ന് ഭിത്തിയിലിടിച്ച് നിലത്ത് വീണു. ചാച്ചാ നീയെ കരഞ്ഞുകൊണ്ട് ബോധം പറഞ്ഞ ലിയോണിനെ പിടിച്ചു. ആൽഫി അവന്റെ കഴുത്തിൽ തൊട്ട് പൾസ് നോക്കി. ആ സമയം എബിയുടെ ക്രൂരമായ കണ്ണ് പതിച്ചത് വിറങ്ങലിച്ച് പേടിച്ച് കതകിന്റെ അവിടെ നിൽക്കുന്ന കുഞ്ഞിപ്പെണ്ണിലാണ്. അവന്റെ കണ്ണുകൾ തിളങ്ങി. ക്രൂരഭാവത്തോടെ അവൻ കൈകുത്തി എഴുന്നേൽക്കാൻ ശ്രമിച്ചതും അവന്റെ കയ്യിൽ എന്തോ തടഞ്ഞു. അതൊരു തോക്കാണെന്ന് കണ്ടതും അവന്റെ ചുണ്ടുകൾ കൂടുതൽ വലുതായി ചിരിച്ചു. ഡിയാ അവൻ അലറിയതും ആൽഫിയും നീയെയും ഒന്നിച്ച് തിരിഞ്ഞു നോക്കി. നീ എനിക്ക് കിട്ടാതെ പോയത് ആൽഫിയുടെ കുഞ്ഞിനെ നീ പ്രസവിച്ചത് കൊണ്ടാ. അപ്പൊ എനിക്കും നിനക്കും ഇടയിലുള്ള തടസ്സം ഇവളാ. അതുകൊണ്ട് ആൽഫിയുടെ ചോര ഈ ഭൂമിയിൽ വേണ്ടടി. അത് ഞാനങ്ങ് എടുക്കുവാ. ക്രൂരഭാവത്തോടെ ചിരിച്ചുകൊണ്ട് കുഞ്ഞിന് നേരെ തോക്ക് ചൂണ്ടിയവനെ കണ്ട ആൽഫിയും നീയെയും വിറങ്ങലിച്ചു പോയി. എബി നോ. ആൽഫി മുന്നിലേക്ക് ആഞ്ഞു വന്നും എബിയുടെ കയ്യിൽ തോക്ക് പൊട്ടി. മോളെ അവിടെ തെറിച്ച ചോരത്തുള്ളികൾ കണ്ട് നീ ഒച്ചത്തിലറി.
ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ ഭിത്തിയിലേക്ക് ചാരി കസേരയിലിരിക്കുമ്പോൾ ആൽഫിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവൻ തൻ്റെ മടിയിലായി തലവെച്ച് കിടക്കുന്ന നീയെ ഒന്ന് നോക്കി. തുറന്നിരിക്കുന്ന കണ്ണുകളിൽ നിന്നും ഒഴുകുന്ന കണ്ണീരല്ലാതെ ജീവനുണ്ടോയെന്ന് പോലും സംശയമാണ്. അത്രയ്ക്ക് നിശ്ചലമായിരുന്നവൾ. എവിയുടെ കയ്യിലിരുന്ന ഗണ്ണ് ഫയർ ചെയ്തതും ഇവ മോളെ നല്ലച്ച കേട്ടപ്പോൾ നെഞ്ചു പൊട്ടിയതുപോലെയായിരുന്നു. ഒറ്റ സെക്കൻഡിൽ എല്ലാം പെട്ടെന്ന് ബ്ലാങ്കായി. എന്നാൽ പിടച്ചിലൂടെ നോക്കിയതും കാണുന്നത് മോളെയും പൊതിഞ്ഞു പിടിച്ച് നിലത്തേക്ക് വീഴുന്ന അനുവിനെയാണ്. അനു! നിയയുടെയും ശിവയുടെയും ഉച്ചത്തിലുള്ള അലർച്ച അവിടെ മുഴങ്ങി. പിടിയരുത് അനുവിനായിരുന്നു. തോക്കിന് മുന്നിലേക്ക് അവളാണ് ചാടിയത്, കുഞ്ഞിനെ രക്ഷിക്കാൻ. നിലത്ത് വീണ് പോയവൾ ഓടി വന്ന് എടുത്തു പോണു ശിവൻ. അനു! ശിവേട്ട, കുഞ്ഞി അവൾക്ക് മോൾക്ക് എന്തെങ്കിലും പറ്റുമോ നോക്ക്. വേദനയോടെ ശ്വാസം എടുത്ത് വെച്ച് വെച്ച് പറയുമ്പോഴും അനു നെഞ്ചിൽ പൊതിഞ്ഞു പിടിച്ചിരുന്ന കുഞ്ഞിപ്പെണ്ണിന് മോള് വാവിട്ട് ഉറക്കെ കരയുകയാണ്. നീ ഓടി വന്ന് കുഞ്ഞിയെ എടുത്ത് തോളിലിട്ട് അനുവിനെ നോക്കി. അവളുടെ നെഞ്ചിന് താഴെ നിന്നും ഒഴുകുന്ന കട്ടച്ചോര കണ്ട് ഞെട്ടിത്തരിച്ചു അവളും ശിവയും. ശിവ, എടുക്കടാ എന്റെ കൊച്ചിനെ! ആൽഫി അലറിയതും അടുത്ത നിമിഷം ഇരു കൈകളിലായി വാരിയെടുത്ത് അവളെയും കൊണ്ട് പുറത്തേക്ക് ഓടി ശിവ.